Next, properties of matter and their measurements. Properties of matter. There are two types of properties, physical properties and chemical properties. നമ്മൾ ഫിസിക്കൽ ചേഞ്ചുകളും കെമിക്കൽ ചേഞ്ചും പഠിച്ചിട്ടുണ്ട്. അതിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞതിന് എക്സാമ്പിൾ പഠിച്ചത് നമ്മൾ വാട്ടർ ടേൺസ് ടു വാട്ടർ വേപ്പർ, ഐസ് മെൽറ്റ്സ് ടു ലിക്വിഡ് വാട്ടർ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു. അതേപോലെ എ മെറ്റൽ ഷീറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെറ്റൽ വയർ, ഒരു മെറ്റൽ ഷീറ്റിനെ നമ്മൾ മെറ്റൽ വയർ, മെറ്റൽ നേർത്ത കമ്പികളാക്കി മാറ്റും. ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. ആ ഫിസിക്കൽ സ്റ്റേറ്റിന് മാറ്റം മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ അതിൻ്റെ ക്വാളിറ്റിക്കൊന്നും ഒരു ഡിഫറൻസും ഇല്ല. ഇങ്ങനെയുള്ള ചേഞ്ചുകളെയാണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പം എന്താ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഐഡൻറ്റിറ്റി ഓർ കോമ്പോസിഷൻ ഓഫ് ദ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഐഡൻറ്റിറ്റി, ഇപ്പോൾ കോപ്പറാണെന്ന് തിരിച്ചറിയുന്ന അതാണ് ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റിയോ അതേപോലെ കോമ്പോസിഷനോ മാറ്റം വരുത്താതെ അവയുടെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാംഫർ, കർപ്പൂരം എക്സാമ്പിൾ, അതിൻ്റെ കളറ്, അതേപോലെ ഓർഡർ, സ്മെല്ല്, മെൽറ്റിംഗ് പോയിൻറ്റ്, ഡെൻസിറ്റി ഒക്കെ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റിക്ക് മാറ്റം വരുന്നില്ല. അത് ക്യാംഫർ തന്നെയാണ്, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മളെ മെഷർ ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുക. ഇനി നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ ചേഞ്ചുകൾക്ക് നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വുഡ് ബേൺ ടു ആഷ്, മരത്തടി കത്തി ആഷായിട്ട് മാറുന്നു. ഒരു കെമിക്കൽ ചേഞ്ച്. ഒരിക്കലും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ ആഷിനെ വുഡാക്കി മാറ്റാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അത് ഏത് വുഡാണ് എങ്ങനെയാണെന്നൊന്നും പിന്നീട് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ചേഞ്ചുകളെയാണ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ്. ദ മെഷർമെൻറ്റ് ഓർ ഒബ്സർവേഷൻ ഓഫ് എ കെമിക്കൽ പ്രോപ്പർട്ടി റിക്വയർസ് എ കെമിക്കൽ ചേഞ്ച് ടു ഒക്കർ. ഒരു കെമിക്കൽ ചേഞ്ച് വരണം. ഫോർ എക്സാമ്പിൾ, ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻസ് ഓഫ് ഡിഫറെൻ്റ് സബ്സ്റ്റൻസ്, അസിഡിറ്റി, ബേസിസിറ്റി എക്സെട്ര. ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുക, ഒന്ന് മറ്റൊന്നായിട്ട് മാറും. അങ്ങനെ ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുക. ഹൈഡ്രജൻ്റെ ക്വാളിറ്റിയോ ഓക്സിജൻ്റെ ക്വാളിറ്റിയോ അല്ല വാട്ടറിന്, ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ എല്ലാം ചേഞ്ചായി. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്താ പറയുക, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്.